എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ മുന്നിൽ ഉൻവാനുൽ മജീദിന്റെ 2 ജുസുകളും ഉണ്ട്. ഇത് വാള്യം നമ്പർ 1, ഇത് വാള്യം നമ്പർ 2. ഇത് വഹാബി താരീഖിന്റെ ആധികാരിക റഫറൻസ്. ഇതിന് അവതാരിക എഴുതിയിട്ട് പ്രധാനപ്പെട്ട വസാറത്തു തഅലീമിലെ അൽ ആലിയ, അപ്പർ ലെവലിലുള്ള എഡ്യൂക്കേഷണൽ മിനിസ്റ്ററാണ് ഇതിന് അവതാരിക എഴുതിയത്. അതിന് പുറമെ അദ്ദേഹം ആലു ഷെയ്ഖാണ്, അഥവാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയാണ് ഇതിന് അവതാരിക എഴുതിയത്. 1, 2. ഞാൻ ഒന്നാമതായി എൻ്റെ വഹാബി സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്, ഈ 2 വാള്യങ്ങളിലായി 1-ാം വാള്യത്തിൽ ഏകദേശം 500 പേജുകളുണ്ട്, 500-നടുത്ത്. 1-ാം വാള്യത്തിൽ ഏകദേശം 485 പേജുകളുണ്ട് 1-ാം വാള്യത്തിൽ. 2-ാം വാള്യത്തില് ഏകദേശം 598 അഥവാ 600ഓളം പേജുകളും. ഒന്നിൽ 500ഓളം പേജുണ്ട്, രണ്ടാമത്തതിൽ 600ഓളം പേജും ഉണ്ട്. ഈ ഗ്രന്ഥം ഇങ്ങനെ മാന്യന്മാരായ മധ്യസ്ഥന്മാരുടെ മധ്യസ്ഥതയിൽ ഒരു 3ാമത്തെ കക്ഷിയെ ഏൽപ്പിക്കാം. ഈ ഗ്രന്ഥം ഇങ്ങനെ തന്നെ മാന്യന്മാരായ മധ്യസ്ഥന്മാരുടെ, ഇതാണ് വഹാബി താരീഖ്, അവരെഴുതിയ അവരുടെ പേര് തന്നെ ഉൻവാനുൽ മജ്ദി ഫി താരീഖ് നജ്ദ്. വഹാബി നജ്ദിന്റെ താരീഖിലെ വളർച്ചയുടെ അഡ്രസ് എന്നാണ് ഈ ഗ്രന്ഥങ്ങളുടെ പേര്. രണ്ടും കൂടെ ഏകദേശം 1100 പേജുകളുണ്ട്. ഈ 1100 പേജുകൾക്കുള്ളിൽ 10,000-കണക്കിന് തവണ നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു തവണ വഹാബി അല്ലാത്ത ആളുകളെ കുറിച്ച് നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വാദിച്ചുറപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇത് 3ാമത്തെ കക്ഷിയെ ഏൽപ്പിച്ച് ഞാൻ പറയുന്നത് അബദ്ധമാണ്, തെറ്റാണ് എന്ന് അവർ തെളിയിക്കുന്ന പക്ഷം ഞാൻ കേരളത്തെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നത്. മുസ്ലിങ്ങൾ, അൽ മുസ്ലിമൂന വൽ മുസ്ലിമീന എന്നിങ്ങനെ ഈ 1100 പേജുകൾക്കിടയിൽ 10,000-കണക്കിന് തവണ നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വഹാബികളെ കുറിച്ച് മാത്രം. വേറെ ഒരാളും നിങ്ങളുടെ ഭാഷയിൽ മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ മുസ്ലിങ്ങൾ അല്ലാത്തവർ തന്നെ 2 വിഭാഗമുണ്ട്. ദിമ്മിയുമുണ്ട്, ഹർബിയുമുണ്ട്. ദിമ്മി എന്നാൽ മുസ്ലിങ്ങൾ അല്ലെങ്കിലും മുസ്ലിങ്ങളുമായി കുഴപ്പത്തിന് വരാത്തവർ. 2, മുസ്ലിങ്ങളുമായി കുഴപ്പത്തിന് വരികയും മുസ്ലിങ്ങളെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന, അതിനുവേണ്ടി ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഹർബികൾ. അവരോട് യുദ്ധം ചെയ്യാം, ദിമ്മികളോട് യുദ്ധം ചെയ്യരുത്. മൻ ഖതല മുആഹിദൻ ലം യരിഹ് റായിഹത്തുൽ ജന്ന എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മുസ്ലിങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുന്ന, നമ്മുടെയൊക്കെ നാട്ടിലുള്ള മുസ്ലിങ്ങളല്ലാത്ത അവരോട് സൗഹൃദത്തിൽ കഴിയണമെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നാം നൽകേണ്ടത്. ആരെങ്കിലും അത്തരമുള്ള അമുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയാൽ അവന് സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കാൻ കഴിയില്ല. അവൻ എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പൂറ്റിട്ടും കാര്യമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ നിങ്ങൾ ഇവിടെ സുന്നികളെ, ലക്ഷക്കണക്കിന് സുന്നികളെ കൊലപ്പെടുത്തിയതായ ചരിത്രം ഇതിലും ഇതിലല്ലാത്തതിലും വേണ്ടുവോളം കിടക്കുന്നു.
ഈ രംഗത്തെല്ലാം നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ കൊന്നു. ഏതുതരം കൊല്ലാവുന്ന അമുസ്ലിങ്ങളെ അല്ലേ? എല്ലാവരെയും അമുസ്ലിങ്ങളെ കൊല്ലാൻ പാടില്ലല്ലോ. അമുസ്ലിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ദീനിൽ തെറ്റല്ലേ? അവരെ ഭയപ്പെടുത്തൽ തെറ്റാണ്, അവരെ ശത്രുവായി കാണൽ തെറ്റാണ്. എപ്പോഴാണ് അമുസ്ലിങ്ങൾ നമ്മോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരാതെ ഒരു അമുസ്ലിമിനെയും ഉപദ്രവിക്കാൻ ഇസ്ലാമിൽ നിയമമില്ല, ഒരു നിയമവും ഇല്ല. അവരിങ്ങോട്ട് നമ്മെ ആക്രമിക്കുമ്പോൾ ഒരു പ്രതിരോധം എന്ന നിലയിലല്ലാതെ അവരെ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ ഇസ്ലാമിൽ നിയമമില്ല. ഇതാണ് നിയമം. ഇതിലാകട്ടെ നിങ്ങൾ അഭിമാനത്തോടെ പറയുന്നു മുസ്ലിങ്ങൾ അല്ലാത്തവരെ കൊന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ ദിമ്മിയായ അമുസ്ലിമുമല്ല, പകരം ഹർബിയായ മുസ്ലിം. ഇത് എനിക്കൊരു നേതൃത്വം തന്നെ. ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കീഴിലുള്ള ബഹുമാനപ്പെട്ട സമസ്തയിൽ വിശ്വസിക്കുന്നവരാ. നിങ്ങൾക്കൊരു സംഘടന ഉണ്ടാവും. ഈ രണ്ട് വിഭാഗം ആളുകളും ഒരു ഉഭയകക്ഷി സംസാരം നടത്തി ഇതാ ഒരു മൂന്നാമത്തെ ഒരു നീതിയുക്തമായ മധ്യസ്ഥന്മാർ വെച്ച് ഒരു മൂന്നാമത്തെ ജൂറി ഇത് പരിശോധിക്കട്ടെ. എന്നിട്ട് ഞാൻ പറയുന്ന വിധത്തിലല്ല നിങ്ങളുടെ ചരിത്രം എങ്കിൽ, ഞാനത് വളച്ചൊടിച്ചതാണെങ്കിൽ കേരളീയ പൊതുസമൂഹത്തോട് ഏകദേശം 2 ആഴ്ചയായി ഞാൻ പ്രശ്നക്കാരൻ. ഇയാൾ പ്രശ്നക്കാരൻ എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഈ സംഘപരിവാറിന്റെ പ്രശ്ന കാലഘട്ടത്തിൽ എന്തിനാണ് ഇയാൾ ഇതൊക്കെ വലിച്ചിടുന്നത് എന്നാണ്. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഞാൻ ആശങ്കയിലായത്. 2021 കഴിഞ്ഞു, 2022 വന്നു. 2021 സംഘപരിവാറിന്റെ പ്രശ്നകാലമായിരുന്നു. 2022 വന്നപ്പോഴും ഒക്കെ വന്നാൽ അങ്ങനെ തന്നെ ആ സംഘപരിവാറിന്റെ പ്രശ്നകാലം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നേര് ജനങ്ങൾ എന്നായിരിക്കും അറിയുക? 2023 ഇത് പറയാൻ വേണ്ടി പ്രശ്നക്കാരായ സംഘപരിവാറിനെ നിങ്ങൾ നിർത്തിത്തരുമെങ്കിൽ ഞാൻ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ട് നമുക്ക് 2023 പറയാവുന്നത്. ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുകയും ദൈനംദിനം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എന്റെ മെസ്സേജിൽ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, നിങ്ങൾ ദയവായി ഇത് നിർത്തണം എന്ന് പറയും. അപ്പോഴും ഞാൻ ആലോചിച്ചു, പരശുവനെ, ഞാൻ വഹാബികളെ പറ്റി പറയുന്നതിലുള്ള പ്രതിഷേധം കൊണ്ടായിരിക്കുമോ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായ യുവാക്കൾ നമ്മുടെ പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് വേറെ ഒരു ചിന്ത വന്നു. KK രമയെ പോലത്തെ ആളുകൾ നമ്മുടെ തന്നെ കൂട്ടത്തിലുണ്ടല്ലോ, അവരുടെ ആണുങ്ങളും ഇങ്ങനെ സൗകര്യം കിട്ടാൻ അടിച്ചുകൊണ്ട് പോകാത്തവരാണോ? അങ്ങനെയുള്ള ബേജാറും എന്താണെങ്കിലും ഒരു പിടുത്തം കിട്ടുന്നില്ല. ശരി, ഞാൻ അതിനുവേണ്ടിയും നിർത്താം. കമ്മ്യൂണിസ്റ്റ് ആളുകൾ യുവാക്കൾ നമ്മുടെ പെൺകുട്ടികളെ 2023-24 വർഷങ്ങളിൽ അടിച്ചുകൊണ്ട് പോവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇന്നിൽ അവസാനിപ്പിക്കുകയും നമുക്ക് 2023-24 ഇത് സംസാരിക്കുകയും ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ വാക്ക് പറയണം. മുമ്പ് ഒരുത്തന് അലുവ തിന്നത് പോലെ ആകരുത്. 1 കിലോ അലുവ എനിക്ക് ഒറ്റ തിന്നാൻ കഴിയുന്ന മുമ്പ് ഒരാൾ വാദിച്ചു. അങ്ങനെ ആളുകൾ അലുവ വാങ്ങിക്കൊടുത്തു. അലുവ വാങ്ങിക്കൊടുത്തപ്പോൾ ഇവൻ പള്ള നിറച്ച് അലുവ തിന്നു. പക്ഷെ 1 കിലോ തിന്നാൻ കഴിഞ്ഞില്ല. ഇവന് ആവശ്യമുള്ള പള്ള നിറക്കുന്നത് വരെ അലുവ തിന്നതിന് ശേഷം ഇവൻ പറഞ്ഞേ, നേരെ നിങ്ങൾ പറഞ്ഞു കൊടുത്താണ് 1 കിലോ ഒന്നും ഒരാൾക്ക് ഒറ്റക്ക് തിന്നാൻ കഴിയില്ലാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അത് പറയും, ആ വിളവൊന്നും പറയും. എന്നാണാവോ ഇനി ഇതൊക്കെ പറയാൻ? ഇതൊന്നും ഒരു വിഷയമല്ല. ദീന് എവിടെയൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ദീനല്ലായ്മയെ പാവപ്പെട്ട അന്യ സമുദായം ദീനാണെന്ന് തെറ്റിദ്ധരിക്കും. പ്രശ്നക്കാര് നമ്മൾ പ്രശ്നം പറയാതിരുന്നാൽ ആരാണ് പ്രശ്നക്കാർ, എവിടുന്ന് പ്രശ്നം തുടങ്ങി എന്ന് നമ്മൾ പരിശോധിച്ചാൽ അത് തള്ള ചവിട്ടിയാലും കുട്ടി ചാവില്ല. നമ്മളല്ലാത്തവർ പരിശോധിച്ചാൽ വേദനാജനകമായിരിക്കും. 1. 2, തിരിച്ചു വരേണ്ടവർക്ക് തിരിച്ചു വരികയും ചെയ്യാമല്ലോ. അതിനൊരു അവസരം ഉണ്ടാക്കണ്ടേ? വഹാബിസത്തെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് വഹാബിസം, ഹാർഡ് വഹാബിസം, സോഫ്റ്റ് വഹാബിസം എന്നൊരു വഹാബിസം ഇല്ല. പണ്ട് ലൈഫ് ബോയ്ക്ക് ഒരു പരസ്യം ഉണ്ടായിരുന്നു. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട്.
എന്ന് പറഞ്ഞതുപോലെയാണ് വഹാബിസം. എവിടെ വഹാബിസം ഉണ്ടോ അവിടെ ഭീകരവാദമുണ്ടോ, അല്ലാതെ വഹാബിസം ഉണ്ടാകൂല. എന്തുകൊണ്ട്? ഭൂമി കണ്ട ആദ്യത്തെ മുസ്ലിം തീവ്രവാദി ഖവാരിജ് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടയ്ക്ക് ആരോ പറഞ്ഞു ഇയാൾ ഇവിടെ കള്ളത്തരം കയ്യോടെ പിടികൂടി എന്നാണ് ചില ആളുകൾ പറഞ്ഞത്. ഞാൻ മറുപടി പറയുന്നില്ല. അങ്ങനെ കൈകൊണ്ട് കാലുകൊണ്ടൊക്കെ പിടികൂടുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അതിലൊന്നും വിഷയമില്ല, നിങ്ങൾ പിടികൂടിക്കോളൂ. അങ്ങനെയുള്ള സുഫഹാക്കളായ ആളുകൾ വഹാബികളായി രംഗത്തുള്ള കാലത്തോളം നമുക്ക് പ്രശ്നങ്ങൾ വളരെ കുറയും. എന്തുകൊണ്ട്? സ്വന്തം അണികൾക്ക് തന്നെ ഈ സഫാഹത്ത് മനസ്സിലാക്കാൻ അത്തരം സഫീഹികളെ കയറൂരി വിടുന്നതാണ് നല്ലത്. ഒരാൾ വായിച്ചത് ഞാൻ ഒന്നുകൂടെ വായിക്കാം, ഇയാൾ ഇതിൽ കള്ളത്തരം കടത്തിക്കൂട്ടിന ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയൂല. സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒന്ന് വായിച്ചത് മാന പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. മുമ്പ് ഒരാളോട് പറഞ്ഞേ വീഡിയോ വലിക്കാൻ പാടില്ല, വീഡിയോ വലിക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? അപ്പോൾ പറഞ്ഞു വീഡിയോ വലിക്കാൻ പാടില്ല എന്ന് ഖുർആനിലില്ലേ? ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ടോ? എവിടെ? അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്നാ വലിക്കണില്ല. അങ്ങനെയാണ് ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഇഷാറത്തുകളൊക്കെ എങ്ങനെ കാണിച്ചു ഇതാ കള്ളത്തരം പിടികൂടുന്നു എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. അറബി ഭാഷ അറിയുന്നവർ സുന്നിയുണ്ട്, അസുന്നിയുണ്ട്. ഇതൊക്കെ പരിശോധിക്കുക. മൂന്നാമത്തെ ഒരു കക്ഷിയുടെ കീഴിൽ ഇത് പരിശോധിക്കാം. ഒരു രണ്ട് വിഭാഗത്തിലെയും നേതാക്കന്മാർ അംഗീകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് മത്സരത്തിന് വന്നതല്ല, നിങ്ങൾക്കൊരു വീണ്ടു വിചാരം ഉണ്ടാകാൻ വന്നതാണ്. നിങ്ങൾ എന്നെ ശത്രുവായി കാണരുത്. ഞാൻ നിങ്ങളോട് ശത്രുതക്ക് വന്നതല്ല, അങ്ങനത്തെ ഒരു ലക്ഷ്യവും എനിക്കില്ല. ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാനുള്ള, എന്താണെന്ന് തീരുമാനിച്ച് ട്രോഫി നേടാനുള്ള തിരക്കിലാണ് ചിലർ എന്ന് ആരോ ഈ ആഴ്ച എഴുതി കണ്ടു. അതിനും മറുപടി ഒന്നും ഇല്ല. എന്തുകൊണ്ട്? അതിനൊന്നും മറുപടി പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മറുപടി പറയാത്തത്. എന്നാൽ തീരെ മറുപടി പറയുകയില്ലെന്നും ചെയ്യാൻ വിചാരിക്കരുത്. എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു പരിധി കഴിഞ്ഞാൽ അവരെയൊക്കെ ഇരുത്തേണ്ടടുത്തിരുത്താൻ സുന്നികൾക്ക് ഒരു മണിക്കൂറിന്റെ ആവശ്യം ഇല്ല എന്നും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നികൾ എന്നും സുന്നികൾ എന്താണ്? സുന്നികളെ അങ്ങനെ കയറി നിരങ്ങാൻ, അകത്തിരുന്ന് നിരങ്ങാനൊന്നും വല്ലാതെയൊന്നും ആരെയും സമ്മതിക്കുകയില്ല. അത് ഞാൻ താൽക്കാലികമായി ഓർമ്മപ്പെടുത്തുന്നു. അതിനപ്പുറമൊന്നും അത് പറയേണ്ടത് വരില്ല. അതിനു മുമ്പ് തന്നെ ഒക്കെ തിരിച്ചു വരലാണ് നല്ലത് എന്ന് ഞാൻ വളരെ വിനയത്തിൽ അവരെ